പ്രിയമുള്ളവരെ, ഇന്ന് നാം ശുദ്ധിയുള്ളതും ശുദ്ധിയില്ലാത്തതുമായ മൃഗങ്ങൾ, അതായത് നാം കഴിക്കേണ്ടുന്ന ഭക്ഷണമായി കഴിക്കേണ്ടുന്ന മൃഗങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇവിടെ ഇതിന് ഹലാൽ ഭക്ഷണം എന്ന് മുസ്ലിങ്ങൾ പറയും. ആദ്യമായി ഈ ശരിയാ നിയമം കൊണ്ടുവന്ന് തന്നെ മോശയാണല്ലോ. അപ്പോൾ അതിൽപ്പെട്ടതായ ശുദ്ധിയുള്ള ഭക്ഷണങ്ങളാണ് ഇവിടെ നാം ഇന്ന് പറയാൻ പോകുന്നത്. യഹോവ പിന്നെയും മോശയോട് അരുളിച്ചത് എന്തെന്നാൽ, ഭൂമിയിലുള്ള സകല മൃഗങ്ങളിലും നിങ്ങൾക്ക് തിന്നാവുന്ന മൃഗങ്ങൾ ഇനി പറയുന്നവയാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. കുളമ്പ് പിളർന്നിരിക്കുന്നതും കുളമ്പ് രണ്ടായി പിരിഞ്ഞിരിക്കുന്നതും അയവിറക്കുന്നതുമായ മൃഗങ്ങളെയൊക്കെയും നിങ്ങൾക്ക് തിന്നാം. അപ്പോൾ എങ്ങനത്തെ മൃഗങ്ങളാണ്? കുളമ്പ് പിളർന്നിരിക്കണം, അത് രണ്ടായി പിരിഞ്ഞിരിക്കുന്നതായിരിക്കണം, അയവിറക്കുന്നതുമായിരിക്കണം. ഇങ്ങനെയുള്ള മൃഗങ്ങളെ നിങ്ങൾക്ക് ദൈവം ശുദ്ധിയുള്ള മൃഗങ്ങളായിട്ടാണ് കൽപ്പിച്ചിരിക്കുന്നത്. അവയുടെ മാംസം നിങ്ങൾക്ക് ഭക്ഷിക്കാം. എന്നാൽ അയവിറക്കാത്തവയും കുളമ്പ് പിളർന്നിരിക്കുന്നവയിലും നിങ്ങൾ തിന്നരുതാത്തവ ഉണ്ട്. അതായത് അയവിറക്കുന്ന മൃഗമായിരിക്കും, പക്ഷേ അവയുടെ കുളമ്പുകൾ പിളർന്നതായിരിക്കില്ല. അങ്ങനെയുള്ള മൃഗങ്ങളെ ഭക്ഷിക്കരുത് എന്നാണ് മോശെ പഠിപ്പിച്ചിട്ടുള്ളത്. ഏതാണത്? ഒട്ടകം അതിൽപ്പെട്ടതാണ്. അയവിറക്കുന്നുവെങ്കിലും കുളമ്പ് പിളർന്നതല്ല, അതുകൊണ്ട് അത് നിങ്ങൾക്ക് അശുദ്ധമാണ്. പക്ഷേ മുസ്ലിങ്ങൾക്ക് അത് ഹലാലാണ്. കുഴിമുയൽ അയവിറക്കുന്നുവെങ്കിലും കുളമ്പ് പിളർന്നതല്ലായികയാൽ അത് നിങ്ങൾക്ക് അശുദ്ധമാണ്. പിന്നെ മുയൽ അയവിറക്കുന്നുവെങ്കിലും കുളമ്പ് പിളർന്നതല്ലാകിയാൽ അത് നിങ്ങൾക്ക് അശുദ്ധം. പന്നി കുളമ്പ് പിളർന്നതായി, കുളമ്പ് രണ്ടായി ഇരിക്കുന്നത് തന്നെ എങ്കിലും അയവിറക്കുന്നതല്ലായികയാൽ അത് നിങ്ങൾക്ക് അശുദ്ധം. ഇവയുടെ മാംസം നിങ്ങൾ തിന്നരുത്. അവയുടെ പിണം തൊടുകയും അരുത്, അത് നിങ്ങൾക്ക് അശുദ്ധമാണ്. ഇനി വെള്ളത്തിലുള്ള എല്ലാറ്റിലും വെച്ച് നിങ്ങൾക്ക് തിന്നാവുന്നത് കടലുകളിലും നദികളിലും ഉള്ള വെള്ളത്തിൽ ചിറകും ചെതിമ്പലും ഉള്ളവ ഒക്കെ നിങ്ങൾക്ക് തിന്നാം. ചിറക് വേണം, ചെതമ്പ് വേണം, അങ്ങനെയുള്ള എല്ലാ ജലജന്തുക്കളെയും നമുക്ക് തിന്നാം. എന്നാൽ കടലുകളിലും നദികളിലുമുള്ള വെള്ളത്തിൽ ചലനം ചെയ്യുന്ന എല്ലാറ്റിലും വെള്ളത്തിലുള്ള സകല ജന്തുക്കളിലും ചിറകും ചെതുമ്പലും ഇല്ലാത്തതൊക്കെയും നിങ്ങൾക്ക് അറപ്പായിരിക്കും. അവയുടെ മാംസം തിന്നരുത്, അവയുടെ പിണം നിങ്ങൾ തൊടുകയും അരുത്. ഇനി ചിറങ്ക് ചെതുമ്പലും ഇല്ലാതെ വെള്ളത്തിൽ ഉള്ളതൊക്കെയും നിങ്ങൾക്ക് അറപ്പായിരിക്കണം. ഇനി പക്ഷികളിൽ നിങ്ങൾക്ക് അറപ്പായിരിക്കേണ്ടുന്നവ ഇവ തന്നെ: കടൽ റാഞ്ചൽ, ഗൃദ്രം, അതതിവിധം പരുന്ത്, അതതിവിധം കാക്ക, ഒട്ടകപ്പക്ഷി, പുല്ല്, കടൽക്കാക്ക, അതതിവിധം പ്രാപ്പിടിയൻ, നത്ത്, നീർക്കാക്ക, കൂമൻ, മൂങ്ങ, വേടാമ്പൽ, കുടുമച്ചാത്തൻ, പെരിഞ്ഞാറ, അതതിവിധം കൊക്ക്, കുളക്കോഴി, നരിച്ചീർ എന്നിവയും ചിറകുള്ള ഇടജാതിയിൽ 4 കാൽ കൊണ്ട് നടക്കുന്നവയെ ഒക്കെയും നിങ്ങൾക്ക് അറപ്പായിരിക്കണം. അപ്പോൾ ഈ പറയുന്നതായ പക്ഷികളുടെ മാംസം ഭക്ഷിക്കാൻ അനുവാദമില്ല. ഏതൊക്കെയാണത്?
anything living in the water that does not have fins and scales is to be detestable to you. Detestable to you. ഏതൊക്കെയാണ്? These are the birds you are to detest and not eat because they are detestable. The eagle, the vulture, the black vulture, the red kite and kind of black kite, any kind of raven, the horned owl, the screech owl, the gull and kind of hawk, the little owl, the cormorant, the great owl, the white owl, the desert owl, osprey, stork, any kind of heron, the hoop and the bat. അപ്പോൾ ഈ പറയുന്ന ഒരു മൃഗങ്ങളെയും നിങ്ങൾ ഒരു പക്ഷികളെ നിങ്ങൾ കഴിക്കരുത്. അതിൻ്റെ മലയാളം ഞാൻ വായിച്ചു. മലയാളത്തെക്കാൾ കുറച്ചുകൂടി ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകുക ഇംഗ്ലീഷിലായിരിക്കും എന്ന് വിചാരിച്ചാണ് ഞാൻ അങ്ങനെ വായിച്ചത്. All flying insects that walk on all fours are to. All flying insects that walk on all fours are to be detestable to you. അതുപോലെ 4 കാലിൽ നടക്കുന്നതായ ചിറകുള്ള ജീവികളെയും നിങ്ങൾ ഭക്ഷിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരി, ഇനി വെട്ടുക്കിളി, അതത് തരം വിട്ടിൽ, അതത് തരം ചീവീട്, അതത് തരം തുള്ളൻ എന്നിവയെ നിങ്ങൾക്ക് തിന്നാമെന്നാണ് പറയുന്നത്. അപ്പോൾ തുള്ളൻ, വെട്ടുക്കിളി, ചീവീട്, എന്നിവയുടെ മാംസം തിന്നാം എന്ന് പറയുന്നു. ചിറകും 4 കാലുമുള്ള ശേഷം ഇഴജാതിയൊക്കെയും നിങ്ങൾക്ക് അറപ്പായിരിക്കണം. അവയാൽ നിങ്ങൾ അശുദ്ധരാകും. അവയുടെ പിണം തൊടുന്നതും ഇവനെല്ലാം സന്ധ്യ വരെ അശുദ്ധരായിരിക്കണം. അവയുടെ പിണം വഹിക്കുന്നവനെല്ലാം വസ്ത്രം മലക്കി സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം. കുളമ്പ് പിളർന്നതെങ്കിലും കുളമ്പ് 2 പിരിയാതെയും അയവിറക്കാതെയും ഇരിക്കുന്ന സകല മൃഗങ്ങളും നിങ്ങൾക്ക് അശുദ്ധം. അവയെ തൊടുന്നവരെല്ലാം അശുദ്ധരായിരിക്കണം. 4 കാൽ കൊണ്ട് നടക്കുന്ന സകല മൃഗങ്ങളിലും ഉള്ളങ്കാൽ പതിച്ച് നടക്കുന്ന മൃഗങ്ങളൊക്കെയും നിങ്ങൾക്ക് അശുദ്ധമാണ്. അവയുടെ പണം തൊടുകയും അരുത്. നിലത്ത് ഇഴയുന്ന ഇഴജാതിയിൽ നിങ്ങൾക്ക് അശുദ്ധമായവ ഇവയൊക്കെ: പെരിച്ചാഴി, എലി, അതതി വിധം ഉടുമ്പ്, അളുങ്ക്, ഓന്ത്, പല്ലി, അരണ, തുരവൻ ഇവയൊന്നും നിങ്ങൾ ഭക്ഷിക്കാൻ പാടില്ല. എല്ലാ ഇഴജാതിയിലും വെച്ച് ഇവ നിങ്ങൾക്ക് അശുദ്ധം. അവ ചത്ത ശേഷം അവയെ തൊടുന്നവനെല്ലാം സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം. തിന്നുന്ന വല്ല സാധനത്തിന്മേലും ആ വെള്ളം വീണാൽ അത് അശുദ്ധമാകും. അതായത് ഇത്തരം ജീവികൾ സഞ്ചരിച്ചിരുന്ന ആ വെള്ളം അതും അശുദ്ധമാണ് എന്നാണ് പറയുന്നത്. ഇനി നീരുറവും വെള്ളവുമുള്ള കിണർ ശുദ്ധമായിരിക്കും. വിതയ്ക്കുന്ന വിത്തായ വല്ല ധാന്യത്തിന്മേലും അവയിൽ ഒന്നിൻ്റെ പിണം വീണാൽ അത് അശുദ്ധമായിരിക്കും. അതായത് ഈ പറയുന്നതായ അശുദ്ധ മൃഗങ്ങളുടെയോ പക്ഷികളുടെയോ പിണം, ശവശരീരം നാം വിത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതായ ധാന്യത്തിന്മേൽ വീഴാൻ പാടില്ല. യാതൊരു കാരണവശാലും വീഴാൻ പാടില്ല എന്നാണ് പറയുന്നത്. നിലത്തിൽ ഇഴയുന്ന ഇഴജാതിയെല്ലാം അറപ്പാകുന്നു. അതിനെ തിന്നരുത്. ഉരസുകൊണ്ട് ചരിക്കുന്നതും 4 കാൽ കൊണ്ട് നടക്കുന്നതും അല്ലെങ്കിൽ അനേകം കാലുള്ളതായി നിലത്ത് ഇഴയുന്നതുമായ യാതൊരു ഇഴജാതിയെയും നിങ്ങൾ തിന്നരുത്. അപ്പോൾ ഇതാണ് നമുക്ക് തിന്നേണ്ടുന്നതായ പക്ഷി മൃഗാദികളുടെ അതുപോലെ തന്നെ സസ്യ
ജീവികളുടെ മാംസങ്ങൾ, തിന്നുന്നതും തിന്നാത്തതുമായുള്ള കാര്യങ്ങളെ ഇവിടെ ഇന്ന് മോശയുടെ പുസ്തകത്തിൽ വെച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് മോശയുടെ ഹലാൽ ഭക്ഷണത്തിൻ്റെ പട്ടിക. എന്നെ കേട്ട നിങ്ങളെല്ലാവർക്കും നന്ദി, നമസ്കാരം.